ഹായ് ഹലോ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് നമ്മൾ 4:30 ആകുമ്പോഴത്തേന് എണീക്കും കേട്ടോ. ഇടത്താഴെന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് കഴിക്കാൻ വേണ്ടിയാണ് എണീക്കുന്നത്. എണീറ്റ് പാടി ഫുഡിന് മുമ്പുള്ള മരുന്നൊക്കെ കഴിച്ചു. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് കഴിക്കാൻ എൻ്റെ ഫേവറേറ്റ് കച്ചമ്പറ് ഉണ്ടായിരുന്നു കേട്ടോ. കച്ചമ്പറ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ കറിയൊന്നും വേണ്ട, അത് മാത്രം മതി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആദ്യം ചോറിലേക്ക് ഇച്ചിരി മുട്ട എടുത്ത് വയ്ക്കുക, പിന്നെ ഇച്ചിരി കച്ചമ്പറ് വയ്ക്കുക, പിന്നെ മുളക് ചമ്മന്തി വയ്ക്കുക. ഇത് മൂന്നും കൂട്ടി ഒരു പിടി പിടിക്കുക, വേറെ ലെവലായിട്ടാട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മരുന്നുണ്ട്. ചളിയാണെന്നറിയാം, എന്നാലും പറയാം. ആകെ നമ്മൾ രാവിലെ എണീക്കണോണ്ട് കുറച്ച് ഫുഡാണ് കഴിക്കുള്ളൂ. ഈ മരുന്ന് 2 നേരം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. ഇങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ഇടയത്താൻ കഴിക്കേണ്ട ആവശ്യമില്ല. രാവിലെ എണീക്കുക, മരുന്ന് മാത്രം കുടിക്കുക, കണ്ട് കിടന്നുറങ്ങാം, ഇത് മതി. അതുകൊണ്ടാട്ടോ ഇത് ചളിയാണെന്ന് പറഞ്ഞ് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തത്. അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീറ്റു. നോമ്പിന് മുമ്പാണെങ്കിൽ ഞാൻ പല്ല് കഴിക്കാണ്ട് ഒരു നുറുക്ക് വെള്ളം പോലും കുടിക്കാത്ത മനുഷ്യനാണ്. നോമ്പിന് നമ്മൾ റൊട്ടീനൊക്കെ മാറും കേട്ടോ. കാരണം ഈ 4:00 കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയും ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം കിടന്ന് ഉറങ്ങാനുള്ള ശ്രമത്തിലായിരിക്കും. അതുകൊണ്ട് പല്ല് കഴിക്കൽ നമ്മൾ നൈസായിട്ട് സ്കിപ്പ് ചെയ്യും. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. നമുക്ക് 8:30 പണിക്ക് പോയത്. ഇപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട്. എന്തായാലും വെറുതെ ഇരിക്കുക, അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനും സമയമായിട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയി. വർക്ക്ഷോപ്പിലെത്തി നമ്മുടെ ആദ്യത്തെ പണി ഇതാട്ടോ, വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി തരണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ വണ്ടി ഓടിക്കൽ. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടോട്ടോ ഞാൻ ഈ പണിക്ക് വന്നത്. അല്ലാതെ ഈ പണി എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കൽ മാത്രമാണ് ഇവിടെ എളുപ്പമുള്ള പണിയുള്ളൂ. ബാക്കിയൊക്കെ പട്ടി പണിയാണ് ഗൈസ്. അങ്ങനെ പണിയുടെ ഇടയ്ക്ക് നമ്മൾ കടയിൽ പോയി നോമ്പ് തുറന്നിട്ട് ഞാൻ നാളെ സാധനം മേടിച്ചു. അങ്ങനെ അത് വീട്ടിൽ ലഭിച്ചിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് തന്നെ പോയി. സുനീഷേട്ടനും ഇവിടെ കുത്തിയിരുന്ന ആ വണ്ടീനെ കുട്ടപ്പനാക്കാനായിട്ട് കാണുന്നത്. ഇന്ന് ഉച്ചവരായിരുന്നു കേട്ടോ നമുക്ക് വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം അപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചു. അങ്ങനെ നോമ്പുറൊക്കെ നമുക്ക് വീട്ടിലെത്താൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി സോളാറിങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നോമ്പ് തുറന്നു. അങ്ങനെ വർക്ക്ഷോപ്പിൽ തിരക്കാണ്ട് നമുക്ക് വണ്ടികൾ വെച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.